എടിഎം പാസ്വേഡ് ആരുമായി മാത്രമേ പങ്കുവെക്കാവൂ? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ദേശീയ തലത്തിൽ PMMY-യുടെ പുരോഗതി നിരീക്ഷിക്കുന്നത് ആരാണ്? മുദ്ര ധനകാര്യ സേവന വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ്, DFS. ഒരു പേയ്മെന്റ് ബാങ്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും കറന്റ് അക്കൗണ്ടിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ശരിയായ കണ്ണിന്റെ സമ്പർക്കം, ഐ കോൺടാക്ട്, നിലനിർത്തുന്നത് സഹായിക്കുന്നത്. കടക്കാരന്റെ അവാചിക പെരുമാറ്റം നിരീക്ഷിക്കാൻ IMF-ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC. നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, നാഷണൽ സെന്റർ ഫോർ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ആയിട്ടാണ്. സെക്ഷൻ 8 കമ്പനി. MSF-ന്റെ പൂർണ്ണരൂപം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. PMMY വായ്പകൾ പ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇത് DFS, റേറ്റിംഗ് ഏജൻസികൾ, MIFN, സാധൻ, മറ്റ് പങ്കാളികൾ എന്നിവരുമായി കൂടിയാലോചിച്ച് മുദ്ര രൂപപ്പെടുത്തുകയും എല്ലാ വായ്പാ സ്ഥാപനങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നു. മുദ്ര ലോൺ ചാർട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മുതലോ പലിശയോ 61 കുറയ്ക്കുക 90 ദിവസങ്ങൾക്കിടയിൽ കുടിശ്ശിക ഓവർഡ്യൂ ആണെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം? SM -2, DD -2. ബാങ്കുകൾ, NBFCകൾ, MFIകൾ എന്നിവ വായ്പക്കാർക്ക് നൽകുന്ന PMMY വായ്പകളുടെ പലിശ നിരക്കുകൾ എന്തൊക്കെയാണ്? വായ്പ നൽകുന്ന ബാങ്കുകൾ, NBFCകൾ, MFIകൾ എന്നിവ തീരുമാനിക്കുന്ന ന്യായമായ നിരക്കുകൾ. ഇത് മൊത്തത്തിലുള്ള RBI മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കണം. വായ്പയെടുത്തവരെ സംബന്ധിച്ച് ബാങ്ക് ജീവനക്കാർ എടുക്കാൻ പാടില്ലാത്ത പിന്തുണാ നടപടികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്ന് വായ്പാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. മൈക്കറിന്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. വായ്പ നൽകുന്നതിനുള്ള വൈവിധ്യവൽക്കരണ തത്വത്തിനായി ഡൈവേഴ്സിഫിക്കേഷൻ പ്രിൻസിപ്പിൾ താഴെ പറയുന്നവയിൽ ഏത് ഘടകങ്ങളാണ് പരിഗണിക്കുന്നത്? I. ഉദ്ദേശ്യങ്ങൾ. 2. ഭൂമിശാസ്ത്രപരമായ പ്രദേശം. 3. ഉപഭോക്താക്കൾ. 4. കോൺസെൻട്രേഷൻ. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരേ 3 4 ബാങ്ക് മിത്രയായി ബാങ്ക് മിത്ര നിയമിക്കപ്പെടാൻ താഴെ പറയുന്നവരിൽ ആർക്കാണ് യോഗ്യതയില്ലാത്തത്? ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിന്ന് വിരമിച്ച ഒരാൾ. കടക്കാരന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും വിശദീകരിക്കാൻ കടക്കാരനോട് ആവശ്യപ്പെടുക. പണയം, പ്ലെജ് എന്നതിന്റെ അർത്ഥം എന്താണ്?
ഒരു കടം വീട്ടുന്നതിനോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിനോ ഉള്ള സുരക്ഷിതത്വമായി നൽകുകയും പണം നൽകുന്നതിൽ അല്ലെങ്കിൽ വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ കണ്ടുകെട്ടലിന് ഫോർഫിച്ചർ വിധേയമാവുകയും ചെയ്യുന്ന എന്തെങ്കിലും. ബാങ്ക് നിരക്ക് എന്നാൽ വാണിജ്യ ബാങ്കുകൾക്ക് ദീർഘകാല വായ്പകൾക്ക് RBI ഈടാക്കുന്ന നിരക്ക്. ഓഫീസിൽ കടക്കാരനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേലധികാരി നിങ്ങളുടെ ഐഡന്റിറ്റി ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് പേരും കമ്പനിയുടെ പേരും മാത്രം വെളിപ്പെടുത്തുക. ബാങ്ക് ക്ലിയറിംഗിൽ ഒരു ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ എന്ത് ബന്ധമാണ് രൂപപ്പെടുന്നത്? ഏജന്റും പ്രിൻസിപ്പലും. ഉപഭോക്താക്കൾക്ക് പണരഹിതമായി സാധനങ്ങൾ വാങ്ങാൻ സൗകര്യമൊരുക്കുന്നതിന് BC കേന്ദ്രങ്ങളിലെ ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പോസ് മെഷീൻ. ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തുന്നതിനു മുമ്പ് DRAയ്ക്ക് ഒരു ഔപചാരിക അനുമതി ആവശ്യമാണ്. പ്രിൻസിപ്പലിന്റെ കേസ് ബൈ കേസ് അനുമതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2005 ഏപ്രിലിൽ പുറത്തിറക്കിയ വാർഷിക നയപ്രസ്താവനയിൽ സാമ്പത്തിക ഒഴിവാക്കൽ പ്രശ്നം തിരിച്ചറിയുകയും സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിൽ ഉൾപ്പെടാത്തത് സർവീസ് ഏരിയ അപ്രോച്ച്, സർവീസ് ഏരിയ അപ്രോച്ച്. ആധാർ അധിഷ്ഠിത eKYC, ആധാർ ബേസ്ഡ് eKYC എന്നാൽ എന്താണ്? ഈ സംവിധാനത്തിൽ ബാങ്കുകൾക്ക് ബയോമെട്രിക്സ് ODB, എറാവിൽഡ് OTP ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്താനും അവരുടെ സിസ്റ്റത്തിനുള്ളിൽ സൂക്ഷിക്കുന്നതിനായി ഡിജിറ്റലായി ഒപ്പിട്ട EADA ഒപ്പിട്ട ഇലക്ട്രോണിക് ഐഡന്റിറ്റി ഡോക്യുമെന്റ് നേടാനും കഴിയും. SBI ഒരു ആണ്. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പൊതുമേഖലാ ബാങ്ക്. ഒരു ഹാൻഡ്ഹെൽഡ് ഉപകരണത്തിന് സാധാരണയായി ഉപഭോക്താക്കളുടെ വിരലടയാളങ്ങൾ സംഭരിക്കാൻ കഴിയും. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മുന്നൂർ. വരുമാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും മുദ്രാ വായ്പ, മുദ്രാ ലോൺ ലഭിക്കാൻ സാധിക്കുന്നത് ഏത് ആവശ്യത്തിനാണ്? ഉത്പാദനം, ഗൃഹവിളമോസ്, പ്രോസസ്സിംഗ്, വ്യാപാരം എന്നിവയുടെ സേവനങ്ങൾ, സർവീസസ്. ഒരു വായ്പാ മൊറട്ടോറിയത്തിന്റെ ലോൺ മൊറാട്ടോറിയം പ്രാഥമിക ഉദ്ദേശ്യം എന്താണ്? വായ്പാ തിരിച്ചടവുകൾക്ക് താൽക്കാലികമായി ഇടവേള നൽകുക. തിരിച്ചടയ്ക്കാതിരിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒരു DRAയുടെ പ്രേരിപ്പിക്കൽ. ക്രെഡിറ്റ് ഹിസ്റ്ററിയിലുണ്ടാകുന്ന ദോഷകരമായ ഫലം വിശദീകരിക്കുക. SEBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. തന്റെ നിക്ഷേപ അക്കൗണ്ടിൽ താഴെ പറയുന്നവരിൽ ഒരാളെ നോമിനി സ്വീകരിക്കണമെന്ന് X നിർദ്ദേശിച്ചു. താഴെ പറയുന്നവയിൽ ആരെയാണ് സ്വീകരിക്കാൻ കഴിയാത്തത്? X ഒരു ട്രസ്റ്റിയായിരിക്കുന്ന ഒരു ട്രസ്റ്റ്. യണിയുടെ കാര്യത്തിൽ ഹ്രസ്വകാല വിളകൾക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് പ്രിൻസിപ്പലിന്റെയോ അതിന്റെ പലിശയുടെയോ ഗഡു 2 വിളവെടുപ്പ് സീസണുകൾക്ക് കുടിശ്ശികയായി തുടരുന്നു. ശരി. പലിശ നിരക്ക് പ്രകടിപ്പിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ബിസിനസ് കറസ്പോണ്ടന്റുമാർ അൾട്രാസ്മോൾ ശാഖകളുമായി അൾട്രാസ്മോൾ ബ്രാഞ്ചസ് ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബിസിനസ് കറസ്പോണ്ടന്റുമാർക്ക് അൾട്രാസ്മോൾ ശാഖകളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ത്യയിൽ ബാങ്കർമാരുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? RBI. സ്വയം സഹായ സംഘത്തെക്കുറിച്ച് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഇവ ചെറിയ ഔപചാരിക ഗ്രൂപ്പുകളാണ്. ഇന്ത്യയിലെ എല്ലാ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളും ക്രെഡിറ്റ് ചരിത്രം ലഭ്യമായ വ്യക്തികൾക്ക് പൂർണ്ണമായ ക്രെഡിറ്റ് റിപ്പോർട്ട് ഫുൾ ക്രെഡിറ്റ് റിപ്പോർട്ട് നൽകണമെന്ന് RBI നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു കലണ്ടർ വർഷത്തിൽ ഒരിക്കൽ സൗജന്യമായി. താഴെ പറയുന്നവയിൽ ഏതാണ് ബാങ്കിംഗ് സംസ്കാരത്തെ വളരെയധികം മാറ്റിയത്? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബാങ്കിംഗിൽ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ച ഉപയോഗവും സ്വീകാര്യതയും. ഒരു സേവിങ്സ് അക്കൗണ്ടിന്റെ പ്രാഥമിക ഉദ്ദേശ്യം എന്താണ്? പലിശയോടുകൂടിയ സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക. പ്രയാസമുള്ള ഉപഭോക്താവ് ഡിഫിക്കൾട്ട് കസ്റ്റമർ എന്നത്. പണം നൽകാൻ കഴിയും നൽകില്ല. പണത്തിന്റെ പലിശയെ ഇൻട്രസ്റ്റ് ഓൺ മണി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മറ്റൊരാളുടെ ഫണ്ടുകൾ താൽക്കാലികമായി ഉപയോഗിക്കുന്നതിന് ഒരു വ്യക്തി നൽകുന്ന വിലയാണ് പലിശ. മുദ്ര കാർഡ് ഏത് പേയ്മെന്റ് പ്ലാറ്റ്ഫോമിലുള്ള ഡെബിറ്റ് കാർഡാണ്? റുപായ്. അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? അടൽ പെൻഷൻ യോജന. ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആണ്? RBI. റിക്കവറി കോൾ ചെയ്യുമ്പോൾ ഏജന്റ് ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. ശരി. KYC ആവശ്യകതകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാകിസ്ഥാനി പൗരത്വമുള്ള ഒരു വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് തുറക്കുന്നതിന് RBIയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഒരു സബ്സ്റ്റാൻഡേർഡ് അക്കൗണ്ട് പരമാവധി എത്ര കാലയളവിലേക്ക് ആ വിഭാഗത്തിൽ തുടരും? മാസം. ഒരു ഡെബിറ്റ് കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റലുവൽ പണം പിൻവലിക്കാൻ. 2 പോയിന്റ് ഓഫ് സെയിൽസ് ഉപകരണം വഴി വ്യാപാരിക്ക് പണം നൽകാൻ. 3 ഓൺലൈൻ ഷോപ്പിംഗ് പേയ്മെന്റുകൾക്ക്. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരേ 2 3 കണ്ണിന്റെ സമ്പർക്കവും ശരീരഭാഷയും അവാചിക ആശയവിനിമയത്തിന്റെ ഒരു രൂപമാണ്. ശരി. RBI ആസ്തികളെ അല്ലെങ്കിൽ വായ്പകളെ സ്റ്റാൻഡേർഡ് ആസ്തികൾ, സബ്സ്റ്റാൻഡേർഡ് ആസ്തികൾ, സംശയാസ്പദമായ ആസ്തികൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. തെറ്റ്.
ക്രെഡിറ്റ് കൗൺസിലിംഗ് എന്നാൽ കടം വരുത്തിവയ്ക്കുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്ന് വായ്പയെടുത്തവരെ പഠിപ്പിക്കുന്നത്. നല്ല വേഷവിധാനത്തിന്റെ ഗ്രൂമിംഗ് അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. ശുചിത്വം വസ്ത്രധാരണം. റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്നത് നുവേണ്ടിയാണ്. സർക്കാർ സെക്യൂരിറ്റികളിലെ നിക്ഷേപത്തിന്. ഉപഭോക്താക്കൾക്കുള്ള സാമ്പത്തിക വിദ്യാഭ്യാസം ബാങ്കുകൾക്ക് പ്രയോജനകരമാണ്, കാരണം ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ന് കാരണമാകുന്നു. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആസ്തി ആസെറ്റ്, ബാധ്യത ലയബിലിറ്റി, ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മികച്ച ധാരണ. SEBIയുടെ പ്രധാന ധർമ്മം ഓഹരി വിപണിയെ നിയന്ത്രിക്കുക. യനുയുടെ സെക്ഷൻ പ്രകാരം ഏജൻസിയുടെ സമയത്ത് ചെയ്യുന്ന ഏതെങ്കിലും നിയമപരമായ പ്രവർത്തനത്തിന് നഷ്ടപരിഹാരം ഇൻഡെംനിറ്റി നൽകുന്നു. ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. മുകളിൽ പറഞ്ഞവയെല്ലാം പൊതുസംസാര ഉത്കണ്ഠയുടെ പബ്ലിക് സ്പീക്കിംഗ് ആങ്സൈറ്റി PSA കാരണങ്ങൾ. അനുഭവപരിചയക്കുറവ് വ്യത്യസ്തനാണെന്ന് തോന്നുന്നത് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. കുടിശ്ശിക ചെലവുകൾ കഴിച്ചുള്ള അധിക തുക വായ്പയെടുത്തയാൾക്ക് തിരികെ നൽകണം. ശരി. എല്ലാ ബാങ്കുകളും അവരുടേതായ ന്യായമായ നടപടിക്രമങ്ങളുടെ കോഡ് ഫെയർ പ്രാക്ടീസസ് കോഡ്സ് രൂപപ്പെടുത്തുകയും മുതൽ നടപ്പിലാക്കുകയും ചെയ്തു. നവംബർ 1 ബാങ്കറും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം ഇടപാടിന്റെ തരം അനുസരിച്ച് പല തരത്തിലാകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ബാങ്കർ ഉപഭോക്തൃ ബന്ധത്തിന് കാരണമാകാത്തത്? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബാങ്ക് വഴി ബന്ധുക്കൾക്ക് പണം കൈമാറ്റം ചെയ്യുന്നത്. സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകളിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടുന്നത്. ബാലൻസ് ഷീറ്റ്. 2 ലാഭനഷ്ട അക്കൗണ്ട്. 3 അക്കൗണ്ടിംഗ് പോളിസികൾ. 4 അക്കൗണ്ടിനോടൊപ്പമുള്ള നോട്ടുകൾ. ഒരേ 2 3 മാത്രം. പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY പ്രകാരം എല്ലാവർക്കും ദൂരപരിധിക്കുള്ളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കണം. 5 ബാങ്കുകളിലെ സേവിങ്സ് ബാങ്ക് നിക്ഷേപ് അക്കൗണ്ടിന്റെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ഒരു പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ഒരു ഒറ്റ സേവന ദാതാവിൽ കാര്യമായ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ അതിനെ എന്ന് പറയുന്നു. കോൺസെൻട്രേഷൻ റിസ്ക്. ബിസിനസ് കറസ്പോണ്ടന്റ്, ബിസിനസ് ഫെസിലിറ്റേറ്റർമാർ, ബിസിനസ് കോറസ്പോണ്ടന്റ്, ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് അവരുടെ പ്രവർത്തന മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സർക്കാർ പ്രതിനിധി, ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്. സ്റ്റാൻഡേർഡ് ആസ്തികൾ, സ്റ്റാൻഡേർഡ് ആസറ്റ്സ് എകകൾ അല്ല.
ശരി. BPL എന്നാൽ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. നല്ല ശ്രദ്ധിക്കാനുള്ള കഴിവുകൾ വേഗത്തിലുള്ള തിരിച്ചടവിന് എങ്ങനെ സഹായിക്കുന്നു? ബന്ധം സ്ഥാപിക്കുന്നു, വേഗത്തിലുള്ള തിരിച്ചടവ്. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുവില നിലവാരം ഉയരുന്നത്. KYC പരിശോധനയ്ക്ക് നിർബന്ധമായ രേഖ ഏതാണ്? പാസ്പോർട്ട്. RBI സ്ഥാപിക്കപ്പെട്ട വർഷം? 1935. WTOന്റെ പൂർണ്ണരൂപം? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ, ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ല ബന്ധം സ്ഥാപിക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നത്. 100 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? RBI ഗവർണർ. ഇന്ത്യയിൽ എത്ര ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഓഫീസുകൾ ഉണ്ട്? 20. ഉപഭോക്തൃ പരാതികൾക്കുള്ള കസ്റ്റമർ കംപ്ലയിന്റ്സ് പ്രധാന കാരണം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? വിടവ് മാനദണ്ഡങ്ങൾ, ഗ്യാപ് സ്റ്റാൻഡേർഡ്സ്. കള്ളപ്പണം വെളുപ്പിക്കലിലെ അവസാന ഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഇന്റഗ്രേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് ആണ്. രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക്, സെൻട്രൽ ബാങ്ക്. സാമ്പത്തിക ഉൾപ്പെടുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാൻ മന്ത്രി ജൻധൻ യോജന, PMJDY. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്, ഫെഡ്യൂൾഡ് ബാങ്ക്, ചില പ്രത്യേക പദവികൾ ലഭിക്കുന്നു. അവയിൽ ഉൾപ്പെടുന്നത്: RBIയിൽ നിന്ന് റീഫിനാൻസ് സൗകര്യങ്ങൾ നേടുന്നത്. 2. ക്ലിയറിംഗ് ഹൗസിൽ അംഗമാകുന്നത്. 3. കറൻസി ചെസ്റ്റ് സൗകര്യം ലഭിക്കുന്നത്. 2 3 ബാങ്കിൽ നേരിട്ട് ഹാജരാകാൻ കഴിയാത്തതും ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം ചെക്കിലോ പിൻവലിക്കൽ ഫോമിലോ വിരലടയാളം പതിപ്പിക്കാൻ പോലും കഴിയാത്തതുമായ ഒരു അക്കൗണ്ട് ഉടമ പണമായി പേയ്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ബാങ്ക് എന്തു ചെയ്യും? ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രണ്ട് സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചെക്കിലോ പിൻവലിക്കൽ ഫോമിലോ ഒരു അടയാളം നേടുകയും അതിലൊരാൾ ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കുകയും ചെയ്യും. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് കുറഞ്ഞത് 50% വായ്പകളെങ്കിലും നൽകേണ്ടതുണ്ട്. ഒരു വായ്പക്കാരന് അനുവദിക്കുന്ന ആ വായ്പയുടെ തുക. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 25 രൂപ ലക്ഷം കവിയരുത്. ഒരു നിശ്ചിത കാലയളവിൽ ചിട്ടയായ സമ്പാദ്യത്തിനായി സിസ്റ്റമാറ്റിക് സേവിംഗ്സ് ഉപയോഗിക്കുന്ന ബാങ്കിംഗ് ഉൽപ്പന്നം ഏതാണ്? ആവർത്തന നിക്ഷേപം, റിക്കറിംഗ് ഡിപ്പോസിറ്റ്. എഡ്ഡയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്?
ഹൈദരാബാദ്. ഒരു ലോക്കൽ ഏരിയ ബാങ്കിന്റെ ലോക്കൽ ഏരിയ ബാങ്ക് പ്രവർത്തന മേഖല എത്രയായിരിക്കാം? പരമാവധി 3 ഭൂമിശാസ്ത്രപരമായി അടുത്ത് കിടക്കുന്ന ജില്ലകൾ. ടാക്സിക്ക് വാഹന വായ്പ നൽകുമ്പോൾ ബാങ്കുകൾ നേടുന്ന സുരക്ഷയുടെ രൂപം എന്താണ്? ബാങ്കിന്റെ പേരിൽ വാങ്ങിയ വാഹനത്തിന്റെ ഹൈപ്പോഥിക്കേഷൻ, മൂന്നാം കക്ഷി ഗ്യാരണ്ടിയും. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ തീരുമാനം അറിയപ്പെടുന്നത്? അവാർഡ്. ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ നിർബന്ധമായും വേണ്ട രേഖ ഏതാണ്? ആധാർ കാർഡ്. ഒരു ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് പ്രാഥമിക ഉദ്ദേശ്യം എന്താണ്? ബാങ്കിന്റെ സാമ്പത്തിക നില ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിക്കുക. ഒരു ടേം ലോണിന്റെ കാര്യത്തിൽ NPA-യുടെ പലിശയും അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഗഡുവും എത്ര ദിവസത്തിലധികം കുടിശ്ശികയായി തുടരുമ്പോഴാണ്? 90 ദിവസത്തിൽ കൂടുതൽ. ബാങ്കിംഗ് ഇടപാടുകളിൽ ഒരു ഉപഭോക്താവിനെ സാധാരണയായി തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ/അവളുടെ വഴിയാണ്. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബാങ്കിലെ രേഖകളിലുള്ള ഒപ്പ്. PPMY വായ്പകൾ എത്ര കാലയളവിലേക്കാണ് നൽകുന്നത്? ബിസിനസിന്റെ പണത്തിന്റെ ഒഴുക്കിനെ ആശ്രയിച്ചിരിക്കും വായ്പ നൽകുന്ന സ്ഥാപനം ഇത് തീരുമാനിക്കുന്നു. മൈക്രോ ഫിനാൻസ് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നത് നാണ്. ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ദരിദ്രർക്ക്. എഡ്ഡ സ്ഥാപിക്കപ്പെട്ട വർഷം? 1999. ഒരു ഉപഭോക്താവിൽ നിന്ന് ഫോട്ടോഗ്രാഫുകൾ വാങ്ങുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഒരു അധിക അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുമ്പോൾ പുതിയ ഫോട്ടോഗ്രാഫുകൾ നിർബന്ധിക്കേണ്ടതില്ല. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയുടെ ഹോൾസെയിൽ. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഹോൾസെയിൽ വിവിധ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്: ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 2 ഇന്റർബാങ്ക് കൈമാറ്റങ്ങളുടെ സെറ്റിൽമെന്റിനു വേണ്ടിയാണ്. 3 സർക്കാർ സെക്യൂരിറ്റികളിലെ ദ്വിതീയ വിപണി ഇടപാടുകളുടെ സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് സെറ്റിൽമെന്റിനു വേണ്ടിയാണ്. 4 കുറഞ്ഞ ഇടപാട് ചിലവുകൾ. ഒരേ 3 4 മൊബൈൽ ബാങ്കിംഗിന്റെ പ്രാഥമിക പ്രയോജനം എന്താണ്? ഏത് സമയത്തും ബാങ്കിംഗ് സേവനങ്ങൾ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉടമസ്ഥാവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാർ സ്പോൺസർ ബാങ്ക്, സംസ്ഥാന സർക്കാർ. ഭവന വായ്പകളിൽ ഹൗസിംഗ് ലോൺസ് ബാങ്കുകൾ ആദ്യ വർഷങ്ങളിൽ കുറഞ്ഞ വഴുവയും പിന്നീടുള്ള വർഷങ്ങളിൽ ഉയർന്ന വഴുവയും വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ആശയം അറിയപ്പെടുന്നത് എന്നാണ്? സ്റ്റെപ്പ് അപ്പ് തിരിച്ചടവ്, സ്റ്റെപ്പ് അപ്പ് റീപേയ്മെന്റ്.